ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ തന്നെ ഡെയിലി റൂട്ടീനാണ്. അപ്പോൾ ഇന്നൊരു ദിവസത്തെ കാലത്തുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ വ്ലോഗ് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാലത്തുള്ള ചായ കുടിക്കലൊക്കെ കഴിഞ്ഞാണ് ഞാൻ വ്ലോഗ് എടുക്കാനായിട്ട് തുടങ്ങിയത്. എല്ലാ വീഡിയോസും ഒരുപോലെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയാലും എന്ന് കരുതിയിട്ട് ചില കാര്യങ്ങളൊക്കെ മാറ്റി പിടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇന്ന് ആദ്യം ചാനലൊക്കെ തുറന്നിട്ടിട്ടാണ് കഴിക്കാൻ ഉണ്ടാക്കാമെന്ന് കരുതി നിന്നത്. ഇഡ്ഡലിക്കുള്ള മാവ് തലേന്ന് തന്നെ അരച്ച് വെച്ചതുകൊണ്ട് ഇനി ഇഡ്ഡലി തന്നെയാണ്. ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലൊക്കെ മാക്സിമം ഞാനിപ്പോൾ ഇതുപോലുള്ള എളുപ്പ പണികളൊക്കെയാണ് നോക്കാറ്. ഞാൻ പിന്നെ വലിയൊരു മടിച്ചിയായി വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു വിലയിരുത്തൽ. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള മടികളൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ അതിനൊക്കെ അടിസ്ഥാനമായിട്ടിരിക്കും എൻ്റെ വീഡിയോസ് ഞാൻ ഏതൊക്കെ ടൈമിലൊക്കെ അപ്ലോഡ് ചെയ്യണം, ഏതൊക്കെ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. വേറൊന്നുമല്ല, ഈ വീഡിയോസിന് കമൻസും ലൈക്സും ഒക്കെ കിട്ടുമ്പോഴായിരിക്കുമല്ലോ വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാനും റെഗുലറായിട്ട് വീഡിയോസ് ഇടാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കുറേ വ്യൂസും കമൻസും ലൈക്സും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ ചാനലിൽ ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ കുറച്ച് ചെറിയൊരു ബ്രേക്ക് എടുത്തത് കൊണ്ട് വീഡിയോസ് കാര്യമായിട്ട് മൂവിങ് അല്ല. നിങ്ങളെന്തായാലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അങ്ങനെ ഞാനിവിടെ ഇഡ്ഡലി റെഡിയാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇഡ്ഡലി സ്റ്റീമർ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതല്ല, ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഒരൊറ്റ തവണ കൊണ്ട് തന്നെ ഒരുപാട് ഇഡ്ഡലി ഇതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഇഡ്ഡലി സ്റ്റീമറാണ് ഞാൻ പുട്ടുണ്ടാക്കാനും പിന്നെ ബിരിയാണി ഉണ്ടാക്കാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ തലേന്ന് രാത്രി മൈലാഞ്ചി ഇട്ടതാണ്, വേറെ ഒന്നിനുമല്ല. എനിക്ക് ഒരു വർക്കുണ്ട്, അതിൻ്റെ ബേസിൽ കൈ ഒന്ന് വഴക്കിയെടുക്കണമല്ലോ. കുറേ ആയിട്ട് മൈലാഞ്ചിയൊക്കെ ഇടാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മൈലാഞ്ചി ഇട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ തന്നെ ഇട്ടതാണ്. വലത് കൈയിലും ഞാൻ തന്നെയാണ് ഇട്ടത്, ഇടത് കൈ കൊണ്ട് ഇട്ടതാണ്. അതുകൊണ്ടാണ് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്തത്. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. രണ്ട് കൈയിലും ബാക്ക് സൈഡ് നിറച്ച് മൈലാഞ്ചി ഇടുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇട്ട് പ്രാക്ടീസ് ചെയ്താണ് മൈലാഞ്ചി ഇടാൻ പഠിച്ചത് തന്നെ. അങ്ങനെ കറി വയ്ക്കാനുള്ള തേങ്ങ അങ്ങനെയൊക്കെയോ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിറയെ വെള്ളം ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലാക്കി നോക്കിയത്. ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. തേങ്ങ കണ്ടപ്പോൾ വിചാരിച്ചില്ല ഇത്രത്തോളം വെള്ളം ഉണ്ടാവുമെന്ന്. എന്തായാലും അത് മാറ്റി വെച്ചിട്ടുണ്ട്. മോനിവിടെ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മോനും മോൾക്കും ഒക്കെ ഇഷ്ടമാണ് തേങ്ങ വെള്ളം. അതുപോലെ കരിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ് കരിക്ക്. അങ്ങനെ ഇപ്പോൾ മെയിനായിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നില്ല. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഫുള്ളായിട്ട് കറണ്ട് അടുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കുക്കായി വന്നപ്പോൾ വേഗം ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടില്ല. ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ചില സമയത്തൊന്നും ഇത് എടുത്താൽ കിട്ടില്ല. നല്ലതുപോലെ ഓയിൽ തേച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് മാവ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ എപ്പോഴും എനിക്കത് ഓർമ്മ വരാറില്ല. ഓയിൽ സ്പ്രെഡ് ചെയ്ത് വേഗം മാവ് ഒഴിക്കും. എന്നാലും ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അങ്ങനെ വേഗം ഇഡ്ഡലി തട്ടിൽ നിന്നൊക്കെ ഇഡ്ഡലിയൊക്കെ മാറ്റി. അപ്പോഴേക്കും ഇക്കാക്ക് സമയമായി എന്ന് പറഞ്ഞ് ഇക്ക റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇക്കാക്ക് വർക്കുണ്ട്, വർക്കിന് പോകണം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ എടുത്ത് ഇക്കാൻ്റെ ഫ്രണ്ടിലാക്കി വെക്കുന്നുണ്ട്. ഇക്കാക്ക് തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇക്കാക്ക് അത് ചൂടാക്കി കൊടുത്തു. കടലക്കറി വെച്ചത് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചൂടാക്കി കൊടുത്തു. പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ ഒരാവി കൂടി വെക്കാമെന്ന് വിചാരിച്ചു. ഇഡ്ഡലി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്ന കറി എന്നൊന്നുമില്ല. ഏത് കറിയിലും ഇഡ്ഡലി കഴിക്കും. ഇഡ്ഡലി ആയാലും ദോശയായാലും ഏത് കറിൻ്റെ കൂടെയും കഴിക്കും. അത്രയും ഇഷ്ടമാണ്. സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ കറി വയ്ക്കാനായിട്ട് തേങ്ങ വേഗം ചിരകി എടുക്കുന്നുണ്ട്. കറണ്ട് മറ്റേ പോയാലോ എന്ന് കരുതിയിട്ട് വേഗം തേങ്ങയൊക്കെ ചിരവി വയ്ക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ചിരകി അരച്ച് വെച്ചാൽ ആ ഒരു ടെൻഷൻ ഇല്ല. കറണ്ട് പോയാൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വേഗം പരിപ്പും കൂടെ ഒന്ന് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാനായിട്ട് പറ്റും. ഞാൻ മാക്സിമം
രാവിലെയാണ് കറി വെക്കാറ്. ചില സമയങ്ങളിൽ മാത്രമേ ഉച്ചയ്ക്ക് ആയിട്ട് വെക്കാറുള്ളൂ. കാലത്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കാലത്തും ഉച്ചക്കലത്തേക്കും ചിലപ്പോൾ രാത്രിത്തേക്കും അതുണ്ടാവും. ഞങ്ങളിവിടെ പലഹാരത്തിന് മാത്രമേ അധികം കറി ഒഴിക്കാറുള്ളൂ. ചോറിനൊക്കെ ഉപ്പേരിയോ അല്ലെങ്കിൽ വറുത്തതോ പൊരിച്ചതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം കറി കൂട്ടാറില്ല. പിന്നെ കറിയിൽ കഷ്ണം അത്രയ്ക്ക് ആവശ്യമില്ല. ഞങ്ങൾ അധികം കറിയിലുള്ള കഷ്ണങ്ങൾ അധികം കഴിക്കാറില്ല. അതുകൊണ്ട് കുറച്ച് കഷ്ണങ്ങൾ ഇട്ടിട്ട് ചെറിയൊരു പരിപ്പ് കറിയാണ് വെക്കുന്നത്. കഷ്ണങ്ങൾ മുറിക്കുന്നതൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതുകൂടി ആയാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോവും. പിന്നെ പരിപ്പ് കറിയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കാറ്. കറിക്ക് പിന്നെ മാവ് ഒക്കെ അരച്ച് വയ്ക്കുമ്പോഴും കല്ലുപ്പാണ് ഉപയോഗിക്കുക. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ പൊടിയുപ്പ് തന്നെയാണ് ഉപയോഗിക്കാറ്. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ തേങ്ങ അരപ്പൊക്കെ ഒഴിച്ച് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. രാവിലെ തന്നെ പല കാര്യങ്ങളും തീർത്ത് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ല. മാക്സിമം രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും തീർക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ചൂടും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് കാലത്ത് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കൂടെ തന്നെ കിച്ചണിലെ എല്ലാ വർക്കും തീർക്കാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടിയ പോലെ ആവും. അധികം ചൂടെടുത്ത് ബുദ്ധിമുട്ടേണ്ടിയും വരില്ല. അങ്ങനെ കറിയൊക്കെ ഇവിടെ തിളച്ച് റെഡിയാകുമ്പോഴേക്കും ചോറിനുള്ള അരി കൂടി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുതിര കാണിച്ചത് നമ്മുടെ വീട്ടിന് പുറകിലുള്ള ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. ഇവിടെ തൊട്ടടുത്തുള്ള ആണ്. ഈ കുതിര ആദ്യമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര കൗതുകമായിരുന്നു മക്കൾക്കും ഞങ്ങൾക്കും ഒക്കെ. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അതൊന്നും അല്ലാത്ത പോലെ ആയി. ഇനിയിപ്പോൾ കറി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ ഒരു തീപിടുത്തം നടന്നേനെ. പെട്ടെന്ന് കറിവേപ്പില ഇട്ടപ്പോൾ പെട്ടെന്ന് ഫയർ അതിന് ഉള്ളിൽ കൂടെ വന്നു. എനിക്ക് ഈ താളിക്കുന്ന പരിപാടി എപ്പോഴും പേടിയുള്ള പരിപാടിയാണ്. ഈ കറിവേപ്പില ഇടുന്ന സമയത്താണ്, കറിവേപ്പില കഴുകിയിട്ടാണല്ലോ ഇടുന്നത്. അപ്പോൾ കഴുകിയിടുമ്പോൾ അതിലെന്തായാലും വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും ഒരു തെറിക്കലും അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഞാൻ കറിവേപ്പില കഴുകി ഉണക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വർക്കായില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. അപ്പോൾ കറിയും ഇഡ്ഡലിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.